ഹലോ വെൽക്കം ടു ബ്രേക്ക് പോയിന്റ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ബ്രേക്ക് പോയിന്റ് ഒരു ഫീച്ചറായ പൊസിഷണൽ സ്കാനറിൽ ഉള്ള ഒരു ഫീച്ചർ ഉപയോഗിച്ച് എങ്ങനെ സ്റ്റോക്കുകൾ വളരെ ചെറിയ സ്റ്റോപ്പ് ലോസോട് കൂടി കണ്ടുപിടിക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പല ഇൻഡിക്കേറ്റേഴ്സ്, ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ച് അതിന്റെ സ്പെസിഫിക് കോൺഫിഗറേഷൻ ഇതിൽ ആഡ് ചെയ്ത് എങ്ങനെ ഇത്തരം സ്റ്റോക്കുകൾ ഫിൽട്ടർ ചെയ്യാമെന്നാണ്. നമ്മൾ അതിനായി ആദ്യം ചെയ്യേണ്ടത് RSI എന്ന് പറയുന്നത് നമ്മൾ 20 ആണ് മിനിമം കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം RSI നമ്മളൊരു 40 കൊടുക്കുകയാണ്. ഇപ്പൊ നമുക്ക് ഏകദേശം 2054 സ്റ്റോക്കുകളിൽ നിന്ന് വെറും 129 സ്റ്റോക്സുകൾ മാത്രമായിട്ടുണ്ട്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് വോളിയം ട്രെൻഡ് കൺഫർമേഷൻ. അതിൽ നമ്മൾ കൺസോളിഡേഷൻ ആണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് നമുക്ക് RS55, നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തതാണ് RSനെ കുറിച്ച്, റിലേറ്റീവ് സ്ട്രെങ്ത്. അപ്പോൾ നമ്മൾ അതും കൂടി സോർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമുക്ക് പോസിറ്റീവായിട്ടുള്ള RS ആണ് ആദ്യം കാണിക്കുന്നത്. നമുക്ക് ഇങ്ങനെ വന്ന സ്റ്റോക്കുകൾ എങ്ങനെ ഇനി അനലൈസ് ചെയ്യാൻ നോക്കാം. ആദ്യമായി കാണുന്ന KSEL നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്തേക്കുന്നത് RSI ആണ്. RSI നമ്മൾ 70-യും 30-യും ആണ് കൊടുത്തേക്കുന്നത്. നമ്മൾ കോൺഫിഗറേഷൻ ഞാൻ കാണിച്ചു തരാം. നമ്മൾ 70 എപ്പോഴും ഇവരു ഓവർ ബോട്ട് സോൺ എന്നാണ് കണക്കാക്കുന്നത്, 30 ഓവർ സോൾഡും. അപ്പോൾ ഈ സ്റ്റോക്ക് ഓൾമോസ്റ്റ് നമുക്ക് ഓവർ സോൾഡ് സോണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ എൻട്രി എന്ന് പറയുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം പ്രീവിയസ് ഒരു ലോവിന്റെ അടുത്താവാം. നമുക്ക് എങ്ങനെ അത് എഫക്റ്റീവായി ചെക്ക് ചെയ്ത് ഒരു എൻട്രി എടുക്കാം എന്നുള്ളത് എപ്പോഴും നമുക്ക് നോക്കേണ്ടത് ഇതേപോലുള്ള ഒരു റിവേഴ്സൽ ക്യാൻഡിൽ, അതായത് മൾട്ടിപ്പിൾ റെഡ് ക്യാൻഡിൽസ് വന്നു കഴിഞ്ഞ് ഒരു സ്ട്രോങ് ക്ലോസിംഗിൽ വന്ന് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരുമ്പോഴാണ്. ഇതില് നമ്മൾ നോക്കേണ്ടത് റിവേഴ്സൽ ക്യാൻഡിൽ പാറ്റേൺസ് ആണ്. നമ്മൾ റിവേഴ്സൽ ക്യാൻഡിൽ പാറ്റേൺസ് എന്താണെന്ന് നോക്കാം. അതുപോലെ തന്നെ കുറച്ച് റിവേഴ്സൽ ക്യാൻഡിൽ പാറ്റേൺസിന്റെ എക്സാമ്പിൾ കൂടി നോക്കാം. നമ്മൾ റിവേഴ്സൽ സെറ്റപ്പ് നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് കാണപ്പെടുന്ന ഒരു പാറ്റേൺ ആണ് ഹാമർ എന്ന് പറയുന്ന പാറ്റേൺ. ഈ കാണിച്ചിരിക്കുന്ന ഒരു ക്യാൻഡിലാണ് ഹാമർ എന്ന് പറയുന്നത്. മറ്റത് ഷൂട്ടിംഗ് സ്റ്റാർ ആണ്. നമ്മൾ ഈ രണ്ട് ക്യാൻഡിൽസ് ആണ് എപ്പോഴും റിവേഴ്സലിൽ നോക്കേണ്ടത്. അതായത് ഇത് ഏറ്റവും എഫക്റ്റീവായി വർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ട് സോണിലോ അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് സോണിലോ വരുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇത് നോക്കിയാൽ ഇത് കണ്ടാൽ മനസ്സിലാവും, ഇതൊരു സപ്പോർട്ട് സോൺ ആയിരുന്നു. ഈ സപ്പോർട്ട് സോണിൽ വന്നതും ഇവിടുന്ന് ഒരു അപ് ട്രെൻഡ് വരികയും അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് വന്നതായി കാണാം. അടുത്തത് നമുക്ക് ഇവിടെ വരാൻ പോകുന്നത് ഈ ഒരു ഏരിയയിലാണ്. നമുക്ക് ഈ ഒരു ഏരിയയിൽ അടുത്തത് വെയിറ്റ് ചെയ്യേണ്ടത് ഹാമർ പാറ്റേണിലുള്ള ഒരു പ്രൈസ് ആക്ഷൻ ഇവിടെ നടക്കുന്നുണ്ടോ എന്നാണ്. അതായത് ഈ ഒരു ലെവൽ, ഈ സോണിൽ നമുക്ക് ഒരു റിവേഴ്സൽ ക്യാൻഡിൽ വന്നാൽ, അതായത് പ്രീവിയസ് ക്ലോസിംഗിന് എബോവ് ആയിട്ട് ഒരു ക്ലോസിംഗ് വരികയാണെങ്കിൽ, അത്തരത്തിൽ വരുന്ന ഒരു പാറ്റേൺ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്ക് ഒരു റിവേഴ്സലായെന്ന് പറയാം. അതിന് ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു RSI ഓവർ സോൾഡ് സോണിലാണ്. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ നമുക്ക് ഒരു ലോ SL നമുക്കൊരു എൻട്രി കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഇവിടെ ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ഏകദേശം ഒരു 14% പ്രോഫിറ്റ് നമുക്ക് ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും ഇവിടുന്ന്. നമുക്ക് അടുത്തൊരു സ്റ്റോക്ക് നോക്കാം. അടുത്തത് കല്യാൺ ജ്വല്ലേഴ്സ് ആണ്. അതും നോക്കിയാൽ അറിയാം നമുക്ക് ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു റിവേഴ്സൽ ക്യാൻഡിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് ഇതും നോക്കിയാൽ അറിയാം ഓൾമോസ്റ്റ് ഒരു ഓവർ സോൾഡ് സോണിലാണ്, അറൌണ്ട് ഒരു 38 ലെവലിൽ. ഓൾസോ നമുക്ക് ഇവിടെ കാണാം ലാസ്റ്റ് ക്യാൻഡിൽ ഒരു റിവേഴ്സൽ പോലത്തെ ഒരു ക്യാൻഡിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് അടുത്തൊരു ക്യാൻഡിലോട് വന്നാൽ പറയാം കുറച്ചും കൂടി സ്ട്രോങ് ആണെന്ന്. അതിനുശേഷം നമുക്ക് ഇവിടെ എൻട്രി ചെയ്യാൻ പറ്റുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് നോക്കാം. നമുക്ക് ഈ സ്റ്റോക്ക് ഞാൻ അത്ര പ്രിഫർ ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ ഇത് ഒരു ലോ പ്രൈസ് സ്റ്റോക്കാണ്. ഇതിൽ വലിയ പ്രൈസ് ആക്ഷൻ ഒന്നും കാണാൻ നമുക്ക് പറ്റില്ല. നെക്സ്റ്റ് നമുക്ക് IEX നോക്കാം. IEXും ഓൾമോസ്റ്റ് ഈ പറഞ്ഞൊരു സോണിലാണ്, ഒരു പ്രീവിയസ് സപ്പോർട്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഇവിടെ. പക്ഷേ ഇത് അത്ര ഒരു കണ്ടിട്ട് ഒരു സുഖമില്ലാത്തൊരു പാറ്റേൺ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ഇഗ്നോർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് ജ്യോതി CNC നോക്കാം. നമുക്ക് ജ്യോതി CNCയിൽ നമുക്കൊരു പ്രൈസ് ആക്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഇനി നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഒരു സോണിന് മേളിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഒരു എൻട്രി ഇവിടെ കിട്ടുന്നതാണ്. ഇവിടെ ഓൾറെഡി RSI ഓവർ സോൾഡ് സോണിലാണ്. അടുത്ത നമുക്ക് ടാറ്റ കൺസ്യൂമർ നോക്കാം. നമുക്ക് ടാറ്റ കൺസ്യൂമറും ഏകദേശം അതുപോലുള്ള ഒരു റിവേഴ്സലാണ് കാണുന്നത്. ഇപ്പോൾ ഇവിടെ സെയിം സോണിലാണ് അവിടെ നിന്നൊരു ബൈയിങ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത്രയും സ്റ്റോക്സ് ചെക്ക് ചെയ്തതിൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് നമുക്ക് എങ്ങനെ ഒരു സ്റ്റോക്ക് മിനിമം SL വെച്ചിട്ട് ഒരു റിവേഴ്സൽ നമുക്ക് എങ്ങനെ വാങ്ങിച്ച് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതി. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക.